ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെഗ്ഡിറ്റ് പ്രയർ ഇന്ന് 119 ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ വളർച്ചയ്ക്കായി, മക്കളുടെ ജീവിത വിജയത്തിനായി, അവരുടെ സന്തോഷം കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ മക്കൾ അനേകം മാനസിക സംഘർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. മക്കളെ ഓർത്ത് മാതാപിതാക്കളായി നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. പരീക്ഷ എഴുതുവാനായി ഒരുങ്ങുന്ന മക്കൾ, വാർഷിക പരീക്ഷയിലേക്ക് അടുത്ത ദിവസങ്ങൾ, ജോലിക്കായി അലയുന്ന മക്കൾ, ഇന്റർവ്യൂ പാസ്സാകാതെ സങ്കടപ്പെടുന്നുണ്ട്. വിദേശത്തായിരിക്കുന്ന മക്കൾ PR ലഭിക്കാതെ, അല്ലെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാതെ, വർക്ക് വിസയിലേക്ക് മാറാൻ സാധിക്കാതെ സങ്കടപ്പെടുന്ന മക്കളുണ്ട്. ഇവയെല്ലാം ഈശോയുടെ ദൈവികാനുസന്നതിയിൽ തിരുഹൃദയത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും മക്കളെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ കൃപ നിറയും, അവർ സങ്കടങ്ങൾ മാറും. ആ ഒരു ബോധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ബാറൂക്കിന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം വചനം: ജെറുസലേം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക എന്ന വചനം പറയുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സങ്കടങ്ങൾ, ഈ പ്രതിസന്ധി, അത് എത്രയും വേഗം മാറിപ്പോകും. അത് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. ജീവിതത്തിൽ ഉടനീളം അവരെ തകർക്കുവാനുള്ളതല്ല ഈ പ്രതിസന്ധി എന്ന് മനസ്സിലാക്കി ദൈവാശ്രയ ബോധത്തിലേക്ക് മാതാപിതാക്കളായി നമ്മുടെ അനുഗ്രഹവും മക്കളുടെ പ്രാർത്ഥനയും കടന്നു വരുമ്പോൾ ദൈവം വലിയ കൃപ ചൊരിയും. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾ കൂടുതലായി തീക്ഷ്ണതയോടെ, ഉന്മേഷത്തോടെ, ധൈര്യത്തോടു കൂടി ഇൻ്റർവ്യൂവിലേക്കും പരീക്ഷകളിലേക്കും കടന്നു ചെല്ലുവാനും, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുവാനും, അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് മാതാപിതാക്കളായി നമുക്കും നമ്മുടെ കുടുംബത്തിനും അവർ അത്താണിയായി തീർന്ന് അവരുടെ സന്തോഷം കാണുവാൻ നമുക്ക് ഇടയാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ബാറൂക്ക് 5:1: ജെറുസലേം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പീഡനങ്ങളും ദുഃഖങ്ങളും വന്ന് അനുഭവിച്ചാലും അവർ അതിൽ നിന്നെല്ലാം വിമുക്തി പ്രാപിച്ച് പ്രത്യാശയും ധൈര്യവും ഉന്മേഷം പ്രാപിക്കുവാൻ ഈശോയെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ നൈമിഷികമായ പീഡനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അങ്ങേ കൃപയിൽ, അങ്ങേ പരിപാലനയിൽ ആശ്രയിച്ച് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും, കർത്താവെ അവർ വിജയിച്ച് എപ്പോഴും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. അങ്ങനെ അവർ മാതാപിതാക്കളോട് ഒരുമിച്ച് ജീവിക്കുവാനും കൃപയെ വളരുവാനും ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.